ചില പ്രഡിക്ഷൻസ് അനുസരിച്ച് ഇപ്പോഴുള്ള യുദ്ധം ഇങ്ങനെ കുറച്ച് ദിവസം കൂടി തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഖരഗ് ഐലൻഡ് അടക്കമുള്ള പിന്നെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ ഇറാൻ കൂടുതൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലേക്ക് അവരെന്താ ചെയ്യുക, നമ്മുടെ മറ്റുള്ള ആളുകളെ എല്ലാ എനർജി സോഴ്സും അവർ തകർക്കും. ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും എനർജി സോഴ്സസ്, എനർജി പെട്രോൾ അവർ ബോംബിട്ട് തകർക്കും. അതോടുകൂടി ഇത് ഒരു തവണ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. ഈ എണ്ണക്കിണറുകൾ വീണ്ടും പിന്നെ സമൃദ്ധമാവണമെങ്കിൽ, ഉൽപ്പാദന സജ്ജമാവണമെങ്കിൽ 6 മാസത്തിലേറെ സമയം എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഇക്കണോമിക് ക്രൈസിസ് $115 ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ അത് $200 വരെ എത്താം. $200 സങ്കല്പിക്കാൻ 1970-കളിൽ ആണ് ഇങ്ങനെയൊരു ക്രൈസിസ്. ഇതിനു മുമ്പ് ഈ പഴയ യുദ്ധകാലത്ത്, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധകാലത്ത് 76-77 ഇന്ദിരാഗാന്ധി ആ സമയത്ത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ പെട്രോളില്ലാഞ്ഞിട്ട് വാഹനങ്ങൾ വലിയ പാടുപെട്ട സമയത്ത് ഇന്ദിരാഗാന്ധി കുതിരവണ്ടിയിൽ പാർലമെൻറ്റിലേക്ക് പോയ ചിത്രം ഇപ്പോഴും പഴയ കാലത്തെ ആളുകൾക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എത്തിയിരുന്നു. അന്ന് വിലക്കയറ്റം അതിരൂക്ഷമായിരുന്നു. 70-കളുടെ തുടക്കത്തിൽ ഉള്ള അവസ്ഥയാണ്. ആ രൂക്ഷമായ വിലക്കയറ്റമാണ് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല. അതിൻ്റെ മറ്റൊരു ഭാഗം സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, നിങ്ങളുടെ ഇക്കണോമിക് പ്രൊഡക്ഷൻ, നിങ്ങളുടെ ഉൽപ്പാദനം, നിങ്ങളുടെ കമ്പനികൾ ഇതെല്ലാം നിന്നു പോവുകയാണ്. അങ്ങനെ നിന്ന് പോകുമ്പോൾ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി. അപ്പോൾ ആ അനുഭവം നോക്കിയാൽ, 70-കളിലെ നമ്മുടെ അനുഭവം നോക്കിയാൽ, ഇന്നുള്ള ഈ ക്രൈസിസ് ഇനിയും കുറേ ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായും ലോകം മുഴുക്കെ വമ്പിച്ച വിലക്കയറ്റത്തിൻ്റേതായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവും. മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾക്ക് എനർജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ നടത്താൻ കഴിയില്ല. സ്ഥാപനങ്ങൾ നടത്താൻ കഴിയാത്ത ആളുകൾ തൊഴിലാളികളെ വെക്കില്ല. തൊഴിലാളികൾ തൊഴിലില്ലാത്തൊരവസ്ഥയിലെത്തും.